Hi friends, welcome to GST Part 5 Constitution Amendment. India needs a constitution amendment for the implementation of GST. 122nd Constitution Amendment Bill was passed in the Parliament for the implementation of GST. It was the 101st Constitution Amendment. GST ഇന്ത്യയിൽ നടപ്പാക്കുന്നതിനുമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആവശ്യമായിരുന്നു. 122ാമത്തെ അമെൻമെൻറ്റ് ബില്ലാണ് GST നടപ്പാക്കുന്നതിനായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടത്. 101ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻ്റ് ആയിരുന്നു GST. Objectives of Constitution Amendment: to include the levy and collection of goods and service tax in the concurrent list of the Constitution. To enable the tax collected by the Union to be distributed between the Union and the states. To create a constitutional body called Goods and Service Tax Council. ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൻ്റെ അല്ലെങ്കിൽ GST കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ അഥവാ GST കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിലേക്ക് GST ഉൾപ്പെടുത്തുക. GST എന്ന പേരിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് യൂണിയൻ ഗവൺമെൻറ്റിനിടയിലും, പ്രത്യേകിച്ച് യൂണിയൻ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് യൂണിയൻ ഗവൺമെൻറ്റിനിടയിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കിടയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കൗൺസിൽ എന്നൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി രൂപീകരിക്കുക. ഇതൊക്കെയായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്. After passing the Constitution Amendment, the following Act and rules passed by the central government: the Central Goods and Service Tax Act, the Integrated Goods and Service Tax Act, Union Territory Goods and Service Tax Act, the Compensation Act, the Central Goods and Service Tax Rules. All the state government pass their respective state goods and service tax act and rules. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ് പല ആക്റ്റുകളും പാസ്സാക്കി. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് CGST ലെവി ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കിയ ആക്റ്റാണ്. ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് IGST ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിന് മേൽ അല്ലെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈയുടെ മേൽ GST ചാർജ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ IGST ചാർജ് ചെയ്യുന്നതിന് വേണ്ടി പാസ്സാക്കിയ ആക്റ്റാണ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്. യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റേഴ്സ് ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറികളിൽ GST ഈടാക്കുന്നതിന് വേണ്ടി UTGST എന്ന പേരിൽ GST ഈടാക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് പാസ്സാക്കിയ ആക്റ്റാണ് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്. നെക്സ്റ്റ്, കോമ്പൻസേഷൻ ആക്ട് GST നടപ്പാക്കുന്നത് മൂലമുള്ള ലോസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നതിന് വേണ്ടി പാസ്സാക്കിയ ആക്റ്റാണ് കോമ്പൻസേഷൻ ആക്ട്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റൂൾസ് CGST
CGST നടപ്പാക്കുന്നതിന് ആവശ്യമായ റൂൾസ്. ഓരോ ഗവൺമെൻറ്റുകളും ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അവർക്കാവശ്യമായ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റിൽ GST നടപ്പാക്കുന്നതിനാവശ്യമായ അഥവാ SGST കളക്ട് ചെയ്യുന്നതിനാവശ്യമായ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്റ്റുകളും റൂളുകളും ഫോം ചെയ്തു. നെക്സ്റ്റ്, ഡ്യുവൽ GST മോഡൽ. India adopted dual GST model in which both center and state have the power to levy and collect tax. Central government levied CGST and state government levied SGST on the taxable value of supply of goods and services. ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്യുവൽ GST മോഡലാണ്. ഡ്യുവൽ GST മോഡലിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ടാക്സ് ലെവി ചെയ്യാനും കളക്ട് ചെയ്യാനുമുള്ള അധികാരമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് CGSTയും സ്റ്റേറ്റ് ഗവൺമെൻറ് SGSTയും ഒരേ ട്രാൻസാക്ഷൻ്റെ മേൽ തന്നെ കളക്ട് ചെയ്യുന്നു. Most countries followed a single unified system of GST. That is, a single tax is applicable throughout the country. മിക്കവാറുമുള്ള രാജ്യങ്ങളെല്ലാം യൂണിഫൈഡ് സിസ്റ്റം ഓഫ് GST ആണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ സിസ്റ്റം ഓഫ് GST ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരൊറ്റ ടാക്സ് മാത്രം ഈടാക്കുന്ന ടാക്സ്. GST എന്നുള്ള പേരിൽ ഒരൊറ്റ ടാക്സ് മാത്രമാണ് ആ കേസിൽ ഈടാക്കുന്നത്. ആ രാജ്യത്ത് എവിടെയൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നാലും സപ്ലൈ നടന്നാലും അതിന് ഒരൊറ്റ പേരിൽ മാത്രമായിരിക്കും ടാക്സ് ഈടാക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ CGST എന്ന പേരിലും SGST എന്ന പേരിലും സെപ്പറേറ്റ് ആയിട്ട് ടാക്സ് GSTയിൽ ഈടാക്കുന്നുണ്ട്. കൺട്രീസ് ഫോളോയിങ് ഡ്യുവൽ GST മോഡൽ ഈസ് ഇന്ത്യ, ബ്രസീൽ, കാനഡ എക്സെട്ര. ഡ്യുവൽ GST മോഡൽ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ ഇന്ത്യ, ബ്രസീൽ, കാനഡ ഇവയൊക്കെയാണ്. നെക്സ്റ്റ്, കമ്പോണൻസ് ഓഫ് GST. GSTയുടെ ഭാഗമായിട്ട് വരുന്ന ടാക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനെയാണ് നമ്മൾ കമ്പോണൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇപ്പോൾ 4 ടാക്സുകളാണ് GSTയുടെ കൺട്രിയിൽ വരുന്നത്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. CGST or Central Goods and Service Tax. CGST is levied and collected by central government on intrastate supplies of taxable goods or services or both. It is a revenue source of Government of India. Intrastate supplies in the mail സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ലെവി ചെയ്യുന്ന ടാക്സിനെയാണ് CGST എന്ന് പറയുന്നത്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു റവന്യൂ സോഴ്സ് ആണ്. ആസ് പെർ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് 2016, CGST is the centralized part of GST that subsumes the present central taxation and levies, that is central sale tax, central excise duty, service tax, additional excise duties and other centralized taxations. CGST Act 2016 പ്രകാരം CGST എന്ന് പറയുന്നത് GSTയുടെ സെൻട്രലൈസ്ഡ് പാർട്ടാണ്. അതായത് GSTയിൽ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ലെവി ചെയ്യുന്ന പോർഷനെയാണ് CGST എന്ന് പറയുന്നത്. ഇതിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ ടാക്സേഷൻസും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതായത് നിലവിലുണ്ടായിരുന്ന എല്ലാ ടാക്സുകൾക്കും പകരമായിട്ടാണ് CGST സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്നത്. നിലവിലുണ്ടായിരുന്ന സെൻട്രൽ സെയിൽ ടാക്സ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി,
സർവീസ് ടാക്സ്, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, മറ്റ് സെൻട്രൽ ടാക്സുകൾ ഇവയെല്ലാം കൂടെ റീപ്ലേസ് ചെയ്തിട്ടാണ് CGST സെൻട്രൽ ഗവൺമെൻറ് ലിവി ചെയ്യാനായിട്ട് തുടങ്ങിയത്. നെക്സ്റ്റ് SGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. SGST is levied and collected by state governments or union territories with state legislatures on intrastate supplies of taxable goods or services or both. It is a revenue source of respective state government. Various taxations and levies under the state authority are subsumed by SGST as one uniform taxation. SGST അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ലെവി ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ സംസ്ഥാന നിയമനിർമ്മാണ സഭകളുള്ള അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭകളുള്ള യൂണിയൻ ടെറിട്ടറികളൊക്കെയാണ് SGST ലെവി ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഡൽഹി, പോണ്ടിച്ചേരിയൊക്കെ അങ്ങനെയുള്ള യൂണിയൻ ടെറിട്ടറികൾക്ക് എക്സാമ്പിളാണ്. യൂണിയൻ ടെറിട്ടറിയാണ്, എന്നാലും അവിടെ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ, അവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള യൂണിയൻ ടെറിട്ടറികളിലും SGST ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസിൻ്റെ മേലാണ് അല്ലെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസിൻ്റെ മേലാണ് CGSTയും SGSTയും ആപ്ലിക്കബിൾ ആകുന്നത്. ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഒരു റവന്യൂ സോഴ്സാണ്. GSTക്ക് മുമ്പ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ലെവി ചെയ്തിരുന്ന മിക്കവാറുമുള്ള എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളെയും റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവയെ ഒരുമിപ്പിച്ചാണ് SGST നടപ്പാക്കിയിരിക്കുന്നത്. അല്ലെ അതിന് പകരമായിട്ടാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് SGST കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് UTGST, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. UTGST is levied and collected by union territories without state legislatures on intrastate supplies of taxable goods or services or both. യൂണിയൻ ടെറിട്ടറിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇല്ലാത്ത യൂണിയൻ ടെറിട്ടറികളിൽ ടാക്സ് ലെവി ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ടാക്സാണ് UTGST. ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ്റെ കേസിലാണ്, ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈസിൻ്റെ കേസിലാണ് UTGST ആപ്ലിക്കബിൾ ആകുന്നത്. ഇൻട്രാസ്റ്റേറ്റ് സെയിൽസിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് കേസിൽ, സപ്ലൈസിൻ്റെ കേസിൽ സാധാരണ ഒരു സ്റ്റേറ്റിൽ CGSTയും SGSTയും ആപ്ലിക്കബിൾ ആകുമ്പോൾ യൂണിയൻ ടെറിട്ടറിയിൽ CGSTയും UTGSTയും ആയിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്. സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അല്ലെ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ നടക്കുമ്പോൾ SGST ആപ്ലിക്കബിൾ ആകുന്നതിന് പകരം യൂണിയൻ ടെറിട്ടറികളിൽ UTGST ആയിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്. യൂണിയൻ ടെറിട്ടറികളിൽ സ്റ്റേറ്റുകളിൽ ഉള്ളതുപോലെ അവരുടേതായ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് പാസ്സാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഇല്ലാത്തത് കൊണ്ടാണ് യൂണിയൻ ടെറിട്ടറികളിൽ ടാക്സ് ഈടാക്കുന്നതിന് വേണ്ടി ഉള്ള യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് സെൻട്രൽ ഗവൺമെൻറ് അഥവാ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഓരോ സ്റ്റേറ്റിലും അവരുടേതായ SGST ആക്റ്റുകൾ പാസ്സാക്കാനായിട്ട് പറ്റും. എന്നാൽ യൂണിയൻ ടെറിട്ടറിയിൽ ഗവൺമെൻറ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടേതായ രീതിയിൽ SGST പാസ്സാക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് യൂണിയൻ ടെറിട്ടറികളിൽ ടാക്സ് ലെവി ചെയ്യുന്നതിന് വേണ്ടി യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്
സെൻട്രൽ ഗവൺമെൻറ് അഥവാ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. നെക്സ്റ്റ് IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. IGST is levied and collected by the central government on all interstate transactions of taxable goods or services. IGST is also applicable to import of goods and services from outside the country. IGST rate will be equal to CGST rate plus SGST rate. Integrated goods and service tax. ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിൻ്റെ കേസിൽ അല്ലെ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈയുടെ കേസിൽ സെൻട്രൽ ഗവൺമെൻറ് ലെവി ചെയ്യുന്ന ടാക്സ് ആണ് IGST. ഒരു സപ്ലൈയിൽ 2 സ്റ്റേറ്റുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും രണ്ടും 2 സ്റ്റേറ്റിലാണെങ്കിൽ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ ആണത്. അങ്ങനെയുള്ള ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസിൻ്റെ കേസിൽ ടാക്സ് ഈടാക്കുന്നതിന് വേണ്ടി ഉള്ള ടാക്സ് ആണ് IGST അഥവാ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. IGST ആക്ട് പാസ്സാക്കിയത് ഇന്ത്യൻ പാർലമെൻറ്റാണ്, നമ്മൾ കണ്ടു. ലെവി ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. IGST ഇമ്പോർട്ടിൻ്റെ കേസിലും ആപ്ലിക്കബിൾ ആയിരിക്കും. ഗുഡ്സോ സർവീസുകളോ മറ്റേതെങ്കിലും നേഷൻസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസിലും IGST ആയിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്. IGST റേറ്റ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈയുടെ കേസിൽ ഈടാക്കുന്ന CGST റേറ്റിൻ്റെയും SGST റേറ്റിൻ്റെയും ടോട്ടലായിരിക്കും. CGST റേറ്റ് പ്ലസ് SGST റേറ്റ് ഈസ് ഈക്വൽ ടു IGST റേറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. IGST റേറ്റ് എന്ന് പറയുന്നത് CGST എന്ന പേരിലും SGST എന്ന പേരിലും ഗവൺമെൻറ് ഈടാക്കുന്ന ഇൻട്രാസ്റ്റേറ്റ് സെയിൽസിൻ്റെ കേസിൽ സപ്ലൈസിൻ്റെ കേസിൽ ഈടാക്കുന്ന ടാക്സിൻ്റെ ടോട്ടലായിരിക്കും എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഇൻട്രാസ്റ്റേറ്റ് വേഴ്സസ് ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈ. Intrastate supply of goods or services or both where the location of the supplier and the place of supply are in the same state or same union territory. ഒരു ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ നടക്കുമ്പോൾ സപ്ലൈയുടെ ലൊക്കേഷനും സപ്ലൈ നടത്തുന്ന പ്ലേസും ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരേ യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ അങ്ങനെയുള്ള സപ്ലൈസിന് നമുക്ക് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയാനായിട്ട് പറ്റും. സപ്ലൈയുടെ ലൊക്കേഷനും പ്ലേസ് ഓഫ് സപ്ലൈയും ഒരേ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരേ യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ അങ്ങനെയുള്ള സപ്ലൈസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനെയാണ് ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ, രജിസ്റ്റേർഡ് പ്ലേസ് ഓഫ് ബിസിനസ് ഓർ ദ ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ സപ്ലയർ ഫ്രം വെയർ the supply is made. If the service provider has to go to a client's location, such a place would not be considered as the location of the supplier. Location of the supplier എന്താണെന്ന് നോക്കാം. സാധാരണയായിട്ട് രജിസ്റ്റേർഡ് പ്ലേസ്, സപ്ലയറുടെ രജിസ്റ്റേർഡ് പ്ലേസ് അല്ലെങ്കിൽ ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എവിടെയാണോ അവിടെ, അതായത് ഹെഡ് ഓഫീസോ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനമോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന ആ പ്ലേസ് ആയിരിക്കും ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ ആയിട്ട് കണക്കാക്കുന്നത്. എന്നാൽ സർവീസ് പ്രൊവൈഡർ ക്ലയൻറ്റിൻ്റെ ലൊക്കേഷനിലേക്ക് പോയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ ലൊക്കേഷനിൽ എത്തി എന്നതുകൊണ്ട് മാത്രം ക്ലയൻറ്റിൻ്റെ ലൊക്കേഷനെ ലൊക്കേഷൻ ഓഫ് ദ സപ്ലയർ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. പകരം രജിസ്റ്റേർഡ് പ്ലേസ് ഏതാണോ, സപ്ലൈയുടെ രജിസ്റ്റേർഡ് പ്ലേസ് അല്ലെങ്കിൽ ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉള്ള പ്ലേസ് ഏതാണോ ആ പ്ലേസ് ആയിരിക്കും സപ്ലൈയുടെ ലൊക്കേഷനായിട്ട് കണക്കാക്കുന്നത്. പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈ ഈസ് ബേസ്ഡ് ഓൺ ദ പ്ലേസ് ഓഫ് കൺസംപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. Generally, the place of delivery of goods become the place of supply. പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ
ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ കൺസംഷൻ എവിടെയാണ് നടക്കുന്നത് എന്നതിനെ ബേസ് ചെയ്താണ് തീരുമാനിക്കുന്നത്. സാധാരണയായിട്ട് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ഡെലിവറി ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മൾ പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ്, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. It is a supply of goods or services where the location of the supplier and place of supply are in two different states or two different union territories or a state and a union territory. Interstate supply എന്താണെന്ന് നോക്കാം. സപ്ലൈയുടെ ലൊക്കേഷനും പ്ലേസ് ഓഫ് സപ്ലൈയും രണ്ട് ഡിഫറെൻ്റ് സ്റ്റേറ്റിലായിരിക്കുക, അതല്ലെങ്കിൽ രണ്ട് ഡിഫറെൻ്റ് യൂണിയൻ ടെറിട്ടറിയിലായിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലും ഒക്കെ ആണെങ്കിൽ നമുക്കതിനെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയാവുന്നതാണ്. സപ്ലൈയുടെ ലൊക്കേഷനും പ്ലേസ് ഓഫ് സപ്ലൈയും ഒരേ സ്റ്റേറ്റിലല്ല എങ്കിൽ അതാണ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. Interstate supply also includes import of goods or services into the territory of India. Import of goodsum സർവീസും ഒക്കെ നമ്മൾ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ്, Harmonized System of Nomenclature or HSN. HSN is a multi-purpose international product nomenclature developed by the World Customs Organization in 1986 for classifying goods from all over the world in a systematic and logical manner. It has about 5,000 commodity groups, is accepted globally, that is adopted in more than 200 countries. HSN is covering more than 98% of goods in the world. It is a 6-digit code. HSN എന്ന് പറയുന്നൊരു മൾട്ടിപർപ്പസ് ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റ് കോഡാണ്. ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ആണ്. 1986 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഗുഡ്സിനെ സിസ്റ്റമാറ്റിക്കായിട്ട് ലോജിക്കലായിട്ട് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഓൾ ഓവർ ദ വേൾഡ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കോഡാണ്. HSN കാറ്റഗറിയിൽ ഏതാണ്ട് ഏകദേശം 5000-ൽ പരം കമ്മോഡിറ്റി ഗ്രൂപ്പ്സുകളുണ്ട്. ഈ കമ്മോഡിറ്റി ഗ്രൂപ്പുകളെല്ലാം ഈ കോഡ് ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്. 200-ൽ പരം രാജ്യങ്ങൾ HSN ഫോളോ ചെയ്യുന്നു. ലോകത്തിലുള്ള ഏതാണ്ട് ഏകദേശം 98% ഓഫ് ഗുഡ്സും HSN പ്രകാരം കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നവയാണ്. HSN ഒരു 6-ഡിജിറ്റ് കോഡാണ്. റീസൺ ഫോർ ഫോളോയിങ് HSN ബൈ മെനി കൺട്രീസ്. HSN കോഡ് പല രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നതിനുള്ള റീസൺസ് ഒന്ന് നോക്കാം. യൂണിഫോം ക്ലാസിഫിക്കേഷൻ. പ്രൊഡക്റ്റുകളെല്ലാം ഒരേ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ രാജ്യത്തും ഒരേ രീതിയിൽ പ്രൊഡക്റ്റുകളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നു. ബേസ് ഫോർ ദെയർ കസ്റ്റംസ് താരിഫ്. ഇപ്പം കസ്റ്റംസ് ഡ്യൂട്ടിയൊക്കെ ഈടാക്കാനായിട്ട് പ്രൊഡക്റ്റുകളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. കളക്ഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ടും കളക്ട് ചെയ്യാനായിട്ടും ഒക്കെ HSN കോഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. HSN is useful for identifying the rate of tax applicable to a product in a country. It is used to determine the quantum of product exported or imported in and out of a country. It is helpful to analyze the movement of goods across the world.
HSN is a logical system of classification and identification adopted in international trade. It has helped in reducing effort and cost related to complex procedures of international trade. HSN നടപ്പാക്കുന്നത് ഓരോ രാജ്യത്തും ഓരോ പ്രൊഡക്റ്റുകൾക്കുമുള്ള ടാക്സ് റേറ്റ് പെട്ടെന്ന് എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. HSN കോഡ് ഉള്ളതുകൊണ്ട് ഓരോ പ്രൊഡക്റ്റിൻ്റെയും ആ HSN കോഡിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് റേറ്റ് എത്രയാണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അറിയാനായിട്ട് HSN കോഡ് ഓരോ തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെയും ഇമ്പോർട്ട് എക്സ്പോർട്ടും ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിന് കിട്ടുന്നതിനൊക്കെ HSN കോഡ് ഹെൽപ്ഫുള്ളാണ്. ലോകത്താകമാനമുള്ള പ്രൊഡക്റ്റ് മൂവ്മെൻറ്റുകളെ കുറിച്ച് അനലൈസ് ചെയ്യാനായിട്ട് HSN കോഡ് ഹെൽപ്ഫുള്ളാണ്. ഇൻ്റർനാഷണൽ ട്രേഡിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആണ് HSN എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ട്രേഡിൽ ഉണ്ടാകുന്ന കോസ്റ്റും ഇഫോർട്ടും കുറയ്ക്കാനായിട്ട് HSN കോഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് HSN. ഫസ്റ്റ് 2 ഡിജിറ്റ് ചാപ്റ്റർ നമ്പർ, നെക്സ്റ്റ് 2 ഡിജിറ്റ് ഹെഡിങ് നമ്പർ, ലാസ്റ്റ് 2 ഡിജിറ്റ് product code or subheading. India has added 2 more digits for deeper classification. ഇൻ്റർനാഷണൽ ലെവലിൽ ഫോളോ ചെയ്യുന്ന HSN കോഡിന് 6 ഡിജിറ്റ് ആണുള്ളത്. എന്നാൽ ഇന്ത്യ അഡീഷണൽ ആയിട്ട് 2 ഡിജിറ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റിൻ്റെ ഡീപ്പർ ക്ലാസിഫിക്കേഷന് വേണ്ടിയാണ് 2 ഡിജിറ്റ് കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് 2 ഡിജിറ്റ് HSN കോഡിൻ്റെ സൂചിപ്പിക്കുന്നത് ചാപ്റ്റർ നമ്പറാണ്. 99 ചാപ്റ്റേഴ്സാണ് മൊത്തം ഉള്ളത്. നെക്സ്റ്റ് 2 ഡിജിറ്റ് ഹെഡിങ് നമ്പറാണ്. 1244 ഹെഡിങ്ങുകളുണ്ട്. ലാസ്റ്റ് 2 ഡിജിറ്റ്, അതായത് 6 ഡിജിറ്റ് കോഡാണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ് പ്രൊഡക്റ്റ് കോഡായിരിക്കും. എന്നാൽ ഇന്ത്യയിലെ ഡീപ്പർ ക്ലാസിഫിക്കേഷൻ വരുന്നതുകൊണ്ട് സബ് ഹെഡിങ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് 2 ഡിജിറ്റ്, അതായത് ലാസ്റ്റ് 2 ഡിജിറ്റ് ഇന്ത്യയിൽ വരുന്ന 7 and 8 ഡിജിറ്റുകൾ പ്രൊഡക്റ്റ് കോഡിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്. HSN in India. HSN in India. India has already been using HSN since 1986 in the Central Excise and Customs regime. For detailed classification of product, India added 2 digit to 6 digit HSN structure. ഇന്ത്യയിൽ 1986 തുടങ്ങി സെൻട്രൽ എക്സൈസിൽ, സെൻട്രൽ കസ്റ്റംസിലൊക്കെ HSN കോഡ് ഉപയോഗിക്കുന്നുണ്ട്. പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷന് വേണ്ടി ഇന്ത്യ 2 ഡിജിറ്റൂടെ ആഡ് ചെയ്തു. അങ്ങനെ 6 ഡിജിറ്റ് കോഡ് 8 ഡിജിറ്റ് കോഡായിട്ടാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് under GST shall be required to follow a 3-tier structure of HSN. ഇന്ത്യൻ മാനുഫാക്ചറർ ഒരു 3-tier സ്ട്രക്ചറാണ് ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ടേൺ ഓവർ ലെസ് ദാൻ 1.5 crore need not follow HSN. 1.5 crore താഴെ ടേൺ ഓവറുള്ള, ആനുവൽ ടേൺ ഓവറുള്ള മാനുഫാക്ചേഴ്സ് HSN കോഡ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ടേൺ ഓവർ ബിറ്റ്വീൻ 1.5 crore and 5 crore. 1.5 crore 5 crore ഇടയിൽ ടേൺ ഓവറുള്ള മാനുഫാക്ചേഴ്സ് 2 ഡിജിറ്റ് HSN കോഡാണ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്. ടേൺ ഓവർ എക്സീഡിങ് 5 crore യൂസ് 4 ഡിജിറ്റ് HSN. 5 crore കൂടുതൽ ടേൺ ഓവറുള്ള, ആനുവൽ ടേൺ ഓവറുള്ള മാനുഫാക്ചേഴ്സ് 4 ഡിജിറ്റ് HSN കോഡ് ഫോളോ ചെയ്യണം. ഡീലേഴ്സ് ഹു ആർ ഇൻ ടു ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് യൂസ് 8 ഡിജിറ്റ് HSN. ഇൻ്റർനാഷണൽ ട്രേഡിൽ ഉൾപ്പെട്ട ആൾക്കാർ, അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ടും ഒക്കെ ഉള്ള ആൾക്കാർ ഫുൾ സിസ്റ്റം ഓഫ് HSN, അതായത് 8 ഡിജിറ്റ്
ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. 8 ഡിജിറ്റ് HSN കോഡും ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉള്ള ബിസിനസ്സുകാർ ഫോളോ ചെയ്യണം. HSN code make GST more systematic and globally accepted. HSN code will remove the need to upload the detailed description of goods and it will save time and make filing of GST returns easier. HSN code GSTയിലേക്ക് ഉപയോഗിക്കുന്നത് GST കൂടുതൽ സിസ്റ്റമാറ്റിക് ആവുന്നതിനും ഗ്ലോബലി അക്സെപ്റ്റഡ് ആവുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നു. HSN കോഡ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ പ്രൊഡക്റ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. HSN കോഡ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായ രീതിയിൽ ഏതാണ് പ്രൊഡക്റ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ, ഗുഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആവശ്യമില്ല. GSTയിൽ ഉടനീളം ടൈം സേവ് ചെയ്യുന്നതിന് HSN കോഡ് ഹെൽപ്പ് ചെയ്യുന്നു. GST റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിന്, ഫയലിംഗ് ഈസി ആക്കുന്നതിന് HSN കോഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ്, SAC എന്ന് ഷോർട്ടായിട്ട് പറയും. കോഡ് ഫോർ സർവീസസ് ആർ കോൾഡ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ്. Similar to HSN code, India has adopted a service accounting code for all services. Like goods, services are classified uniformly for recognition, measurement and taxation. It is a 6-digit code. പ്രൊഡക്റ്റുകളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് HSN കോഡ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ സർവീസുകളെ ക്ലാസിഫൈ ചെയ്യാനായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്ന കോഡാണ് SAC ഓർ സർവീസ് അക്കൗണ്ടിംഗ് കോഡ്. സർവീസിൻ്റെ കേസിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും മെഷർ ചെയ്യാനും ടാക്സ് ലെവി ചെയ്യാനായിട്ടും സർവീസ് അക്കൗണ്ടിംഗ് കോഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊരു 6-digit കോഡാണ്. സ്ട്രക്ചർ ഓഫ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ്, ഫസ്റ്റ് 2 digit 99, സെയിം ഫോർ ഓൾ സർവീസസ്. ഫസ്റ്റ് 2 digit 99 ആണ്. എല്ലാ സർവീസിനും 99 കോമൺ ആയിട്ടുള്ള 2 digit ആണ്. നെക്സ്റ്റ് 2 digit മേജർ നേച്ചർ ഓഫ് സർവീസസ്. 3rd ഉം 4th ഉം ഡിജിറ്റ് മേജർ നേച്ചർ ഓഫ് സർവീസിനെ, അതായത് ഏത് നേച്ചറിലുള്ള സർവീസ് ആണെന്നുള്ളതിൻ്റെ ആ ബ്രോഡ് കാറ്റഗറി കാണിക്കാനായിട്ട് സൂചിപ്പിക്കാനായിട്ടുള്ളതാണ്. ലാസ്റ്റ് 2 digit ഡീറ്റെയിൽഡ് നേച്ചർ ഓഫ് സർവീസ്. ഡീറ്റെയിൽഡ് ആയിട്ട് നേച്ചർ ഓഫ് സർവീസിനെ, അതായത് വീണ്ടും സബ് ക്ലാസിഫിക്കേഷന് വേണ്ടിയാണ് ലാസ്റ്റ് 2 digit ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് 2 digit 99 ആണ്. സെക്കൻഡ് 2 digit മേജർ നേച്ചർ ഓഫ് സർവീസ് ആണ്. ലാസ്റ്റ് 2 digit ഡീറ്റെയിൽഡ് നേച്ചർ ഓഫ് സർവീസിനെ സൂചിപ്പിക്കാനായിട്ടുള്ളതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.